ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ 31 സീറ്റ് മഹാവികാസ് അഘാടി നേടി. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 3-4 മാസം കഴിഞ്ഞ് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 16 സീറ്റ്, ശരത് പവാറിന് 10 സീറ്റ്, ഉദ്ധവ് താക്കറെക്ക് 20 സീറ്റ്, ഒരു രാജ്യസഭാ സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് എന്നാൽ ചിലപ്പോൾ ഒന്ന് കിട്ടിയെന്ന് നിൽക്കാം. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനകത്ത് വലിയ കള്ളക്കളിയായിരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 സ്റ്റേറ്റ് ഒരുമിച്ചാണ് നടത്തിയത്, ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത്. ഇവിടെ എന്ത് ചെയ്തു? ജമ്മു കാശ്മീർ ഹരിയാനയെ ആദ്യം ചെയ്തു, ജാർഖണ്ഡും മഹാരാഷ്ട്രയും പിന്നീട് ചെയ്തു. അപ്പോൾ അവർക്ക് ദേ ഗോട്ട് 4 months, 4 മാസം കിട്ടി അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഏതാണ്ട് 45 ലക്ഷം വോട്ടർമാരെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പ് ഈ 4 മാസത്തിനിടയിൽ എൻറോൾ ചെയ്തു. ലെജിറ്റിമേറ്റ് വോട്ടേഴ്സ് അല്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതി കൊടുത്തിട്ട് കേൾക്കാൻ ആളില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ ആരും കേൾക്കാനില്ല. വേറെ കാര്യം കൂടിയുണ്ട്. അവിടെ ഷിൻഡെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിയ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതൊരു ഘടകമല്ലേ? അതൊരു ഘടകമാണ്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തിയപ്പോൾ, 4 സ്റ്റേറ്റ് ഒരുമിച്ച് നടത്തിയപ്പോൾ, ഇത് 2ആയി നടത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇവർക്കിതിനിടയിൽ പോപ്പുലിസ്റ്റിക് മെഷേഴ്സ് ആവിഷ്കരിക്കാനായിരുന്നു. നന്നായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുന്നത്. ഈ ചെയ്ത പാപത്തിൻ്റെ എല്ലാം പരിഹാരാർത്ഥമാണ് ഭജനം ഇരിക്കുന്നത്.